നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഗൾഫ് രാജ്യങ്ങളിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന കൊടും ചൂട് പതിയെ കുറഞ്ഞു വരുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ പ്രവചനം. ഇത് മുന്നിൽ കണ്ടാകണം പുറം ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഏർപ്പെടുത്തിയിരുന്ന ഉച്ചവിശ്രമ നിയമം കുവൈത്ത് അവസാനിപ്പിച്ചത്. ഇനി ഉച്ച സമയത്ത് ജോലി ചെയ്യുന്നതിന് ഇവർക്ക് വിലക്കുണ്ടാകില്ല. കനത്ത് ചൂട് തുടങ്ങിയ സമയത്താണ് കുവൈത്തിൽ പുറം ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഉച്ചവിശ്രമം ഏർപ്പെടുത്തിയത്. കുവൈറ്റ് മാൻപവർ അതോറിറ്റിയാണ് ഇക്കാര്യം അറിയിച്ചത്. തുറസായ സ്ഥലങ്ങളിൽ രാവിലെ 11-നും വൈകുന്നേരം 4-നും ഇടയിൽ ജോലി ചെയ്യുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നത്. ജൂൺ 1 മുതൽ ഓഗസ്റ്റ് 31 വരെയാണ് വിലക്കുണ്ടായിരുന്നത്. ശക്തമായ പരിശോധനയാണ് ഈ സമയങ്ങളിൽ അധികൃതർ നടത്തിയത്. മാൻപവർ അതോറിറ്റി പുറത്തിറക്കിയ നിർദ്ദേശങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ ശക്തമായ പരിശോധന നടത്തിയത്. മാൻപവർ അതോറിറ്റി ആക്ടിംഗ് ഡയറക്ടർ ജനറൽ മർസൌസ് അൽ ഒട്ടൈബി ആണ് ഇക്കാര്യം അറിയിച്ചത്. 362 സൈറ്റുകളിലാണ് നിയമലംഘനങ്ങൾ ഇത്തരത്തിൽ കണ്ടെത്തിയത്. 580 തൊഴിലാളികൾ ഉച്ച സമയത്ത് ജോലി ചെയ്തു. ആദ്യം നിയമലംഘനം കണ്ടെത്തിയ സൈറ്റുകളിൽ വീണ്ടും അധികൃതർ പരിശോധന നടത്തി. നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാണ് വീണ്ടും പരിശോധന നടത്തിയത്. തൊഴിൽ സമയം കുറയ്ക്കാതെയും നഷ്ടങ്ങൾ സംഭവിക്കുന്നില്ലെന്ന ഉറപ്പാക്കിയുമാണ് ഉച്ചജോലിക്ക് വിലക്ക് നടപ്പാക്കിയത്. അധികൃതർ നൽകുന്ന നിർദ്ദേശങ്ങൾ ശക്തമായി പാലിക്കുന്നുണ്ടെന്ന് അറിയാൻ കർശന പരിശോധനയാണ് നടത്തി വന്നിരുന്നത്. അതേസമയം ശരത്കാലത്തിലേക്ക് കടക്കാനിരിക്കെ ഖത്തറിൽ ഈ വാരാന്ത്യത്തിൽ പകൽ സമയത്ത് ചൂടേറും. അതോടൊപ്പം കനത്ത കാറ്റിനും സാധ്യതയുണ്ട്. ചിലയിടങ്ങളിൽ പൊടിക്കാറ്റും വീശും. ഇന്ന് കാറ്റിന്റെ വേഗം മണിക്കൂറിൽ 10 മുതൽ 20 നോട്ടിക്കൽ മൈൽ ആയിരിക്കും. ചില സമയങ്ങളിൽ 26 നോട്ടിക്കൽ മൈൽ വേഗത്തിൽ വീശും. തിരമാല 2 മുതൽ 5 അടി വരെയും ചില നേരങ്ങളിൽ 8 അടി വരെയും ഉയരത്തിലെത്തും. ശനിയാഴ്ച പകൽ സമയങ്ങളിൽ ചൂടേറും. കാറ്റിന്റെ വേഗം 5 മുതൽ 20 നോട്ടിക്കൽ മൈൽ ആയിരിക്കും. വേനൽ ചൂടിൽ നിന്ന് ശൈത്യകാലത്തിലേക്കുള്ള മാറ്റത്തിന്റെ കാലമാണ് ശരത്കാലം. ഈ കാലയളവിൽ അന്തരീക്ഷ ഈർപ്പം താരതമ്യേന ഉയരും. ഉച്ചയ്ക്ക് ശേഷം നേരിയ മഴയ്ക്കും ഇടയാക്കും. ചില നേരങ്ങളിൽ ഇടിയോടുകൂടിയ മഴ പെയ്യും. സെപ്റ്റംബറിൽ ശരാശരി താപനില 33.1 ഡിഗ്രി ആയിരിക്കും. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.